അനീതിക്കെതിരായ ചൂണ്ടുവിരൽ, നീതി നിഷേധിക്കുന്നവർക്ക് നേടിക്കൊടുക്കാനുള്ള പോരാട്ടം. ദേശവിരുദ്ധർക്കെതിരെയുള്ള സന്ധിയില്ല സമരമാണ് കാക്കി. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കോഴിക്കോട് പന്തീരാങ്കാവിൽ അമ്മായിയമ്മയെ കൊലപ്പെടുത്തി മരുമകൻ. പ്രതി മുഹമ്മദ് കുറ്റം സമ്മതിച്ചതായി പോലീസ്. ഇന്നലെ രാത്രിയാണ് അസ്മ ബീബിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പന്തീരാങ്കാവ് പത്തടി മീത്തലിലെ ഫ്ളാറ്റിൽ മകൾക്കും മകളുടെ ഭർത്താവിനുമൊപ്പമാണ് അസ്മാബി താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ മകൾ അസ്മാബിയെ വീടിനകത്ത് മരിച്ച നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് പന്തീരാങ്കാവ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്മാബിയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. സംഭവ സമയം മുതൽ അസ്മാബിയുടെ മകളുടെ ഭർത്താവ് മഹമ്മൂദിനെ കാണാനില്ലായിരുന്നു. തുടർന്ന് മഹമ്മൂദിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ മഹമ്മൂദ് പാലക്കാട് വെച്ചാണ് പിടിയിലായത്. നമ്മൾ ഇന്നലെ ഇങ്ങനെ ഈ സ്ത്രീ മരണപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ട ആ വീട്ടിൽ നിന്നുള്ള മരുമകൻ മിസ്സിംഗ് ആണ്. ആ സ്ത്രീയുടെ ആഭരണങ്ങളും മിസ്സിംഗ് ആണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മൾ ആത്യന്തികമായിട്ടുള്ള ഒരു ഉദ്ദേശം. ഇദ്ദേഹം എങ്ങോട്ട് പോയിന്നോ എന്ത് സംഭവിച്ചു, ഇയാൾ എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ ഏതാണ്ട് 6 മണി സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇയാളുണ്ടായിരുന്നു. 8 മണി സമയത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇയാളുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് അതിനുശേഷം ട്രെയിൻ കയറി പോയിട്ടുണ്ടാവാം എന്നുള്ളൊരു ധാരണയിൽ അത് വടക്ക് ഭാഗത്തേക്ക് പോയോ തെക്ക് ഭാഗത്തേക്ക് പോയോ എന്നുള്ള ഒരു കൃത്യമായിട്ട് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. തലയണ മുഖത്തമർത്തി അസ്മാബിയെ കൊലപ്പെടുത്തിയതെന്നാണ് മഹമ്മൂദിന്റെ മൊഴി. കാണാതായ സ്വർണ്ണാഭരണങ്ങൾ പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ജനം, കോഴിക്കോട്. തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞ് ബന്ധുക്കൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. കുട്ടിക്കാനം സ്വദേശി ബിബിൻ ബാബുവിന്റെ മരണം തലക്കേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പീരുമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടാണ് അടുത്ത ബന്ധുക്കളടങ്ങുന്ന സംഘം ബിബിൻ ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടിലെ ശുചിമുറിയിൽ മുണ്ടിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായി കണ്ടുവെന്നാണ് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടറോട് ബന്ധുക്കൾ പറഞ്ഞത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബിബിൻ മരിച്ചു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്ക് പിന്നിലും മുകൾ ഭാഗത്തിന്റെ ഇരുവശങ്ങളിലുമായി ഏറ്റ അടിയാണ് മരണത്തിനിടയാക്കിയതെന്ന് കണ്ടെത്തി. പിന്നാലെ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ചോദ്യം ചെയ്യലിൽ ഇതുവരെയും കൊലപാതകവുമായി ബന്ധപ്പെടുന്ന മൊഴികൾ ലഭിച്ചിട്ടില്ല. മരണപ്പെട്ട ബിബിൻ കോയമ്പത്തൂരിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ദീപാവലി ആഘോഷങ്ങൾക്കായാണ് ബിബിൻ നാട്ടിലെത്തിയത്. സഹോദരിയുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിന് ശേഷം തിരികെ മടങ്ങാനിരിക്കുകയായിരുന്നു മരണം. ജനം, ഇടുക്കി. CBI ചമഞ്ഞ് കണ്ണൂർ സ്വദേശിയുടെ 1,65 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഗുജറാത്ത് സ്വദേശി അറസ്റ്റിൽ. മുഹമ്മദ് മുഷർ ഖാനെയാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാട്സപ്പ് വഴി പരിചയപ്പെട്ട തട്ടിപ്പ് സംഘം കണ്ണൂർ സ്വദേശിയായ സ്ത്രീയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി 1,65,83,200 രൂപ തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് പരാതി. ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് CBI സംഘമെന്ന് പരിചയപ്പെടുത്തിയ തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടത്. മനുഷ്യക്കടത്തിനും കള്ളപ്പണം ഇടപാടിനും കേസുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പരാതിക്കാരിയെ വെർച്വൽ അറസ്റ്റ് ചെയ്തുവെന്നും അറിയിച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി പണം നൽകിയതെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. കണ്ണൂർ സിറ്റി സൈബർ പോലീസ് ഗുജറാത്തിലെത്തിയാണ് പ്രതിയായ മുഹമ്മദ് മുഷർ ഖാനെ അറസ്റ്റ് ചെയ്തത്. ജനം, കണ്ണൂർ. തിരുവനന്തപുരത്ത് സർക്കാർ സ്കൂളിൽ 14-കാരനെ പൂട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ HSSലെ 2 അധ്യാപകർക്കും PTA വൈസ് പ്രസിഡന്റുമെതിരെയാണ് പരാതി. വിഷ്ണുലാൽ, ഗ്ലെൻ എന്നീ അധ്യാപകർക്കും PTA പ്രസിഡന്റ്
പ്രവീണിനുമെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. കഥ തുറന്ന് അമ്മേനെ ഇറക്കി വിട്ടിട്ട് പിന്നെ അവർ കഥ അടച്ചിട്ട് എന്നെ 3 പേരും ഒരുമിച്ചിട്ട് ഇടിക്കുകയായിരുന്നു. നവംബർ 5-ാം തീയതിയാണ് സംഭവം. വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ SSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14 വയസ്സുകാരനെ സ്കൂളിലെ അധ്യാപകരായ വിഷ്ണുലാൽ, ഗ്ലെൻ എന്നിവരും PTA വൈസ് പ്രസിഡന്റ് പ്രവീണും ചേർന്ന് പൂട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. 3ാം ക്ലാസ്സുകാരിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. PTA വൈസ് പ്രസിഡന്റ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും കുട്ടി പറയുന്നു. അവർ കൊച്ചിനെ കയ്യിൽ കയറി പിടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് എന്നെ അവിടെ സാറുമാർ ഇടിക്കുകയായിരുന്നു. എന്നെ വിഷ്ണുലാൽ എന്ന് പറഞ്ഞ ഒരു സാറ് ഇടിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചിടിക്കുകയായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് ഇരുത്തി PTA പ്രസിഡന്റ് കതവ് പൂട്ടി. PTA പ്രസിഡന്റ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് സ്മെല്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ PTA പ്രസിഡന്റ് കതവ് പൂട്ടിയതിന് ശേഷം അമ്മയുടെ അടുത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കതവ് തുറന്ന് അമ്മേനെ ഇറക്കി വിട്ടിട്ട് പിന്നെ അവർ കഥ അടച്ചിട്ട് എന്നെ 3 പേരും ഒരുമിച്ചിട്ട് ഇടിക്കുകയായിരുന്നു. മകനെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തപ്പോൾ പോക്സോ കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം പറയുന്നു. പിന്നാലെ ഭീഷണിപ്പെടുത്തി TC എഴുതി വാങ്ങിച്ചെന്നും ആരോപണമുണ്ട്. കുടുംബം ചൈൽഡ് ലൈനിലും ബാലരാമപുരം പോലീസിലും പരാതി നൽകി. അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് സ്കൂൾ അധികൃതർ. 9ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചു അങ്ങനെ ഒരു പരാതി കേട്ടല്ലോ മാഡം, എന്താ സംഭവം? അങ്ങനെ ആരും മർദ്ദിച്ചിട്ടില്ല. ഒരു പോലീസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അധ്യാപകരായ വിഷ്ണുലാലും, ഗ്ലെനും ഇടത് സംഘടനാ പ്രവർത്തകരും PTA വൈസ് പ്രസിഡന്റ് പ്രാദേശിക CPI നേതാവുമാണെന്നാണ് മർദ്ദനമേറ്റ കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. സ്കൂളിൽ സമാനമായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അതെല്ലാം ഒതുക്കി തീർത്തെന്നും ആരോപണമുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കൊല്ലം കളക്ടറേറ്റിൽ സ്ഫോടനക്കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 3 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. തമിഴ്നാട് സ്വദേശികളായ അബ്ബാസ് അലി, ഷംസൂൺ, കരീം രാജ, ദാവൂദ് സുലൈമാൻ എന്നിവരെയാണ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ജൂൺ 15 കൊല്ലം കളക്ടറേറ്റ് വളപ്പിലുണ്ടായ ബോംബ് സ്ഫോടന കേസിലെ പ്രതികളെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിൽ 2ാം പ്രതിയും സ്ഫോടനത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ ഷംസൂൺ കരീം രാജയ്ക്ക് 4 ജീവപര്യന്തവും 1,25,000 രൂപ പിഴയും, 1ഉം 3ഉം പ്രതികൾക്ക് 3 ജീവപര്യന്തവും 95,000 രൂപ വീതം പിഴയും വിധിച്ചു. 10,000 രൂപ സ്ഫോടനത്തിൽ പരിക്കേറ്റയാൾക്ക് നൽകാനും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഗോപകുമാർ ജി വിധിച്ചു. UAPA വകുപ്പുകൾക്ക് 16B, സെക്ഷൻ 18, സെക്ഷൻ 20 ഈ 3 വകുപ്പുകൾക്കും ലൈഫ് ഇംപ്രസൺമെൻറ്റ് 3 പ്രത്യേകമാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഇംപ്രസൺമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വകുപ്പായ 307 IPC 307 അതിലും 10 വർഷത്തെ ശിക്ഷ പ്രതികൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഒരു കേസിൽ UAPA സംബന്ധിച്ച് പരമാവധി ശിക്ഷ നൽകിയിട്ടുള്ള ഒരു കേസാണ്. 307 മാത്രമേ ഉള്ളൂ. മറ്റ് ആളപായം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ പരമാവധി ലൈഫ് ഇംപ്രസൺമെന്റ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ 3 പേരെയും കോടതിയിൽ നേരിട്ട് ഹാജരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥനും വിധി കേൾക്കാൻ എത്തിയിരുന്നു. NIA കൈമാറിയ വിവരങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷന് നിർണായകമായി. ഈ പ്രതികളുമായിട്ടുള്ള അന്വേഷണത്തിൽ മറ്റ് പറയപ്പെട്ട വെല്ലുവിളികളൊന്നും നടന്നില്ലെങ്കിൽ പോലും NIA അറസ്റ്റ് ചെയ്ത പ്രതികളിൽ അവർ കണ്ടെടുത്ത തെളിവുകൾ കൊല്ലം ബ്ലാസ്റ്റുമായിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്യുവാനും അത് എവിഡൻസിൽ കൊണ്ടുവരാനും പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. അത് കോടതിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സീസ് ചെയ്ത എവിഡൻസും നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസും തമ്മിൽ ലിങ്ക് ചെയ്യാനും അത് കോടതിയിൽ എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രധാന വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ 4ാം പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു. ജയിൽ മാറ്റണമെന്ന പ്രതികളുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. 2016 ജൂൺ 15 രാവിലെ 10:50 മുൻസിഫ് കോടതിക്ക് മുന്നിൽ ഉപയോഗിക്കാതെ കിടന്ന ജീപ്പിലായിരുന്നു സ്ഫോടനം. ചോറ്റുപാത്രത്തിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടി പേരയം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സാബുവിനാണ് പരിക്കേറ്റത്. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് 15 ബാറ്ററികളും 17 ഫ്യൂസ് വയറുകളും ബാഗും പോലീസ് കണ്ടെടുത്തു. കളക്ടറേറ്റിലേക്ക് ജനങ്ങളെത്തുന്ന ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സ്ഫോടനം. 2ാം പ്രതി ഷംസൂൺ കരീം രാജയാണ് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ. സ്ഫോടനത്തിന് ഒരാഴ്ച മുമ്പ് ഷംസൂൺ കരീം രാജ കൊല്ലം കളക്ടറേറ്റിലെത്തി ചിത്രങ്ങളും ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തി. തുടർന്ന് മധുരയിലെത്തി മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി.
സ്ഫോടന ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ബസ്സിൽ കൊല്ലം KSRTC സ്റ്റാൻഡിലിറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കളക്ട്രേറ്റ് വളപ്പിലെത്തി ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. ബേസ് മൂവ്മെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യയിൽ നടത്തിയത് 5 സ്ഫോടന പരമ്പരകളാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ, ചിറ്റൂർ, കർണാടകയിലെ മൈസൂരു, കേരളത്തിൽ കൊല്ലം, മലപ്പുറം എന്നിവിടങ്ങളിലായിരുന്നു സ്ഫോടനങ്ങൾ. 2016 നവംബർ 1 മലപ്പുറം കളക്ട്രേറ്റ് വളപ്പിലെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലായിരുന്നു പരമ്പരകളിലെ അവസാന സ്ഫോടനം. മൈസൂരു സ്ഫോടന കേസിലെ അന്വേഷണത്തിനിടയിൽ പ്രതികളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം സ്ഫോടന കേസ് തെളിഞ്ഞത്. നിഷ ദിലീപ്, ജനം, കൊല്ലം. തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ പിന്നോക്ക വിഭാഗക്കാരന് പോലീസിന്റെ ക്രൂരമർദ്ദനം. പോലീസ് സ്റ്റേഷന്റെ വീഡിയോ എടുത്തെന്നാരോപിച്ചാണ് മർദ്ദനം. സംഭവത്തിൽ സുരേഷ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം ദീപാവലിയോടനുബന്ധിച്ച് നഗരൂർ പോലീസ് സ്റ്റേഷൻ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ജോലി കഴിഞ്ഞ് ഇതുവഴി മടങ്ങിയ സുരേഷ് ദീപാലങ്കാരത്തിന്റെ ഭംഗി കണ്ട് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി. ഇത് കണ്ട് പുറത്തിറങ്ങിയ പോലീസുകാർ സുരേഷിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ സുരേഷിന്റെ ബോധം നഷ്ടപ്പെട്ടതായാണ് പരാതി. പണിക്ക് പോയിട്ട് വന്ന സമയത്ത് ഈ ലോബിനേഷൻ കണ്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ലോബിനിട്ടൊക്കെയായിരുന്നു ഫ്രണ്ട് കത്തിരി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഈ പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടത്തിൻ്റെ മണ്ടയിൽ ഒരു യൂണിഫോം ഇല്ലാത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് ചെറുക്കാലുള്ളൊക്കെ ഒരു അടിച്ചപ്പം ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് പിന്നെ ഒരു പോലീസുകാർ ഓടി ഇറങ്ങി വന്നു. അതുവരെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇല്ലായിരുന്നു. ഓടി ഇറങ്ങി വന്ന് എൻ്റെ ഉടുപ്പിനും തോർത്തില്ലാതെ ചുറ്റത്തെ പിടിച്ച് വലിച്ചു വെച്ചിട്ട് പോകാൻ നേരത്തെ യൂണിഫോം ഇല്ലാത്ത പോലീസുകാരെ മെയിൻ റോട്ടിൽ അല്ല ഈ റോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടി അങ്ങ് തുടങ്ങി നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വരെ ഇട്ടിച്ച് ഗ്രൂപ്പാട് വെട്ടി തുടങ്ങി. എൻ്റെ ആയുഷ്കാലം വരെ ഞാൻ അത് എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റാതെ ഇഷ്ടമുള്ള പങ്കു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുരേഷ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പിന്നാക്ക സമുദായത്തിൽപ്പെട്ട സുരേഷ് ശവസംസ്കാര തൊഴിലാളിയാണ്. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. സർക്കാരിന്റെ നടപടി വൈകിയാൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്ന് BJP അറിയിച്ചു. ജനം, തിരുവനന്തപുരം. പത്തനംതിട്ട കുമ്പഴയിൽ 5 വയസ്സുകാരിയെ രണ്ടാനച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയും. കേസിലെ പ്രതിയും തമിഴ്നാട് സ്വദേശിയുമായ അലക്സ് പാണ്ഡ്യൻ കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2021 ഏപ്രിൽ 5-നായിരുന്നു നാടിനെ നടുക്കിയ ക്രൂരകൃത്യം നടന്നത്. അഞ്ചു വയസ്സുള്ള കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത് 67 മുറിവുകൾ. മരണകാരണം ലൈംഗിക പീഡനവും തുടർച്ചയായ മർദ്ദനവും. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു 3 വർഷം മുൻപ് നടന്ന ക്രൂരകൃത്യം. പ്രതിയെ പിടികൂടാൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചുറക്കമുണർന്നിരുന്ന രാത്രിയായിരുന്നു അന്ന്. കുമ്പഴയിലെ വാടക വീട്ടിലായിരുന്നു തമിഴ്നാട് രാജപാളയം സ്വദേശികളായ ദമ്പതികൾ താമസിച്ചിരുന്നത്. യുവതിയുടെ ആദ്യ വിവാഹത്തിലെ 2 മക്കളിൽ മൂത്തയാളായിരുന്നു കൊല്ലപ്പെട്ട കുട്ടി. എല്ലാ ദിവസവും മകളെ രണ്ടാനച്ഛനെ ഏൽപ്പിച്ചാണ് യുവതി വീട്ടുജോലിക്ക് പോയിരുന്നത്. 2021 ഏപ്രിൽ 5 വൈകിട്ട് യുവതി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണുന്നത് അബോധാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിനെയായിരുന്നു. കുഞ്ഞിന് എന്തു പറ്റിയെന്ന് തിരക്കിയ അമ്മയെയും ഇയാൾ മർദ്ദിച്ചു. നാട്ടുകാരുടെ സഹായത്തോടെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകി. പ്രതി അലക്സ് പാണ്ഡ്യനെ ഒട്ടും വൈകാതെ കസ്റ്റഡിയിലുമെടുത്തു. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയെ ഒഴിവാക്കുകയായിരുന്നു കഞ്ചാവിനും മദ്യത്തിനും അടിമയായ പ്രതിയുടെ ലക്ഷ്യം. കൂടുതൽ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ വെച്ചും ഇയാൾ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്ത അന്ന് രാത്രി പ്രതി ലോക്കപ്പിൽ നിന്നും വിലങ്ങുമായി രക്ഷപ്പെട്ടു. ശൗചാലയത്തിൽ പോകണമെന്ന് പറഞ്ഞ്
സ്റ്റേഷന് പുറത്തിറങ്ങി ഓടിപ്പോവുകയായിരുന്നു. ക്രൂരകൃത്യം കേട്ട് വിറങ്ങലിച്ചു പോയ ഒരു നാട് മുഴുവൻ പ്രതിക്കായി തിരച്ചിൽ നടത്തി അന്ന് രാത്രി. പിറ്റേന്ന് രാവിലെ 6 മണിയോടെ കുമ്പഴയിലെ ചതുപ്പ് നിലത്തിൽ നിന്നും ഇയാളെ പിടികൂടി. കേസിന്റെ അന്വേഷണം സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. വിചാരണ സമയത്ത് എല്ലാ സാക്ഷികളും കൃത്യമായി മൊഴി നൽകി. സംഭവം നടന്ന് 3.5 വർഷങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച പത്തനംതിട്ട അഡീഷണൽ 1 പോക്സോ കോടതിയുടെ വിധി പ്രസ്താവം വരും. ലൈംഗികമായ അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ മേജർ കുറ്റകൃത്യങ്ങൾ അതിനെ കുറ്റക്കാരനാണെന്ന് കണ്ടിരിക്കുകയാണ്. ശിക്ഷയെക്കുറിച്ച് വാദം കേൾക്കുന്നതിനും പ്രതിയെ കേൾക്കുന്നതിനും വേണ്ടി 7-ാം തീയതിക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. അല്ല, സാഹചര്യ തെളിവുകളുണ്ടായിരുന്നു, ശക്തമായ തെളിവുകളുണ്ടായിരുന്നു. ആ കുട്ടി പലരോടും പറഞ്ഞ മരണമൊഴി എന്ന് പറയാവുന്നതുകൊണ്ട് DNA എവിഡൻസ് ഉണ്ട്, സയന്റിഫിക് എവിഡൻസ് ഉണ്ട്, പിന്നെ CDR ടെലിഫോൺ റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ പ്രതിയുമായിരുന്നു ആ കുട്ടിയുമായിരുന്നു അന്ന് ഒന്നിച്ചുണ്ടായിരുന്നതെന്നുള്ള ശക്തമായ തെളിവുകൾ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മുഖഭാവങ്ങളിൽ ഇയാൾക്ക് യാതൊരു കുറ്റബോധവും പ്രകടമല്ല. കുറ്റക്കാരൻ എന്ന കോടതി കണ്ടെത്തിയ വിധി കേട്ടതും യാതൊരു കൂസലുമില്ലാതെ മീശ വിരിച്ച് കുറ്റബോധത്തിന്റെ യാതൊരു ഭാവവും പ്രകടമാക്കാതെയാണ് കോടതിയിൽ നിന്നും പോലീസ് ജീപ്പിൽ കയറി ഇയാൾ പോയത്. ജനം, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് വയനാട്ടിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം. സ്ഥാനാർത്ഥി പ്രിയങ്കയുടെയും രാഹുലിന്റെയും ചിത്രം പതിച്ച കിറ്റുകളാണ് കണ്ടെത്തിയത്. തോൽപ്പെട്ടിയിലെ കോൺഗ്രസ് നേതാവിന്റെ വീടിനടുത്ത് നിന്നാണ് ഭക്ഷ്യക്കിറ്റ് പിടികൂടിയത്. ഇലക്ഷൻ കമ്മീഷന്റെ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കിറ്റുകൾ കണ്ടെത്തിയത്. 28ഓളം കിറ്റുകൾ പരിശോധനയിൽ കണ്ടെടുത്തു. രാഹുലിന്റെയും പ്രിയങ്കയുടെയും അടക്കം കോൺഗ്രസ് നേതാക്കളുടെ ചിത്രത്തോടു കൂടിയാണ് കിറ്റുകൾ പൊതിഞ്ഞത്. ഓരോ കുടുംബത്തിനും കൊടുക്കുവാൻ വെച്ച ഭക്ഷ്യക്കിറ്റുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വോട്ട് പിടിക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണ് കിറ്റുകളെന്നും കൂടുതൽ കിറ്റുകൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ടെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കോടികൾ ഇവിടെ ഇറക്കുകയും ഇവിടുത്തെ ആദിവാസി വിഭാഗത്തെ അടക്കം തങ്ങളുടെ വരുതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കുറച്ച് ദിവസങ്ങളായി ആദിവാസി കോളനികളിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കിറ്റ്, അവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ പടമടക്കം അടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആദിവാസി മേഖലയിൽ കുറെ കാലങ്ങളായി കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപങ്ങളാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വൻ ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഇത്തരത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി വയനാട് ജില്ലയിലും വയനാട് പാർലമെന്റിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യക്കിറ്റുകൾ മാത്രമല്ല, വയനാട്ടിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസുകാർ വ്യാപകമായി പണം തെരഞ്ഞെടുപ്പിനായി കൊണ്ടുവരുന്നുണ്ടെന്നും BJP ആരോപിച്ചു. പാലക്കാട് കള്ളപ്പണ ആരോപണത്തിനിടയിലാണ് വയനാട്ടിൽ കിറ്റുകൾ കണ്ടെത്തിയത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വിഷയം ബാധിക്കുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. ജനം, വയനാട്. വയനാട് മേപ്പാടി പഞ്ചായത്തിൽ ദുരിതബാധിതർക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റ് പുഴുവരിച്ച നിലയിൽ. UDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ് സംഭവം. ഇതിൽ പ്രതിഷേധിച്ച് BJP നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശി. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ മേഘാശ്രീ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നൽകിയ കിറ്റിലാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. അരി, റവ തുടങ്ങിയ വസ്തുക്കളാണ് കിറ്റിൽ ഉണ്ടായിരുന്നത്. റവ പൂർണ്ണമായും പുഴുവരിച്ച നിലയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച കിറ്റ് കിട്ടിയവർ പഞ്ചായത്തിലെത്തി കിറ്റ് തുറന്നുകാട്ടി. കിറ്റ് ലഭിക്കുന്നത് ഉപകാരമാണെന്നും എന്നാൽ ഒരു ദുരന്തം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കിറ്റുകളാണ് വേണ്ടതെന്നും ദുരിതബാധിതർ പറഞ്ഞു. ഇന്നലെ ഇവിടുന്ന് വൈകിട്ട് 3:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിളിച്ച് കൊണ്ടുപോയ സാധനങ്ങളാണ്. ആ കിറ്റ് നമുക്ക് ഇവിടുന്ന് പൊട്ടിച്ച് നോക്കാൻ പറ്റില്ല. വീട്ടിൽ പോയി പൊട്ടിച്ച് നോക്കുമ്പോഴാണ് ഒരു സഞ്ചി ഫുൾ അരി പൂപ്പൽ പിടിച്ചിട്ട് 5 പൈസയ്ക്ക് കൊള്ളൂല. അതുപോലെ റവ പഞ്ചായത്തിൽ നിന്ന് വന്നത്, ഡ്രസ്സുകൾ
ഒന്നിനും കൊള്ളൂല. ഒരു മനുഷ്യനിക്ക് പോലും ഇടാൻ പറ്റില്ല, ആക്രിക്കാർക്ക് പോലും വേണ്ട. അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കിറ്റുകളും. അതുകൊണ്ട് കൊടുക്കുന്ന ഏത് സാധനമാണെങ്കിലും ഇനിയെന്നല്ല, ആർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. എന്നാൽ കിറ്റ് തങ്ങൾക്ക് നൽകിയത് റവന്യൂ വകുപ്പാണെന്നും ആ കിറ്റ് മാത്രമാണ് തങ്ങൾ ജനങ്ങൾക്ക് നൽകിയതെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതേസമയം മേപ്പാടി പഞ്ചായത്തിലേക്ക് BJP നടത്തിയ മാർച്ചിൽ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസ് ലാത്തി വീശി. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശരത് എന്നിവരെ പോലീസ് തല്ലിച്ചതച്ചു. പഞ്ചായത്തിന്റെ നടപടി ന്യായീകരിക്കാനാകുന്നതല്ല എന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ അനങ്ങാതിരുന്ന പോലീസ് തങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ മർദ്ദിച്ചത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങൾ സാധാരണഗതിയിലുള്ള പ്രതിഷേധവുമായി വന്നു. ഇവിടെ ഡിവൈഎഫ്ഐക്കാരെ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു നിന്നപ്പോഴും ഇവിടുത്തെ ഒരു പോലീസുകാരനെയും കണ്ടില്ല ഇതുപോലെ ആക്രമിക്കാൻ. ഞങ്ങൾ ഒരു പ്രതിഷേധവുമായി വന്നപ്പോൾ അടിച്ച് തമർത്തി ഓടിപ്പിച്ചു വിടാനാണ് ഇവർ നോക്കുന്നത്. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരെ പോലെയുള്ള ആളുകൾ ഇവർക്ക് കൂട്ടുനിൽക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ. ഇനിയും വരും പ്രതിഷേധം, ഇനിയും നടക്കും, ഇനിയും പ്രവർത്തകർ വരും, ഒരു സംശയവുമില്ല. അതല്ല, നമ്മളൊരു പ്രതിഷേധം നടത്താൻ പോലും പോലീസ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്തൊരു നാടാണിത്? ഇവർക്ക് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നത് ഇവരെ പോലെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റവന്യൂ വകുപ്പും ഇവരൊക്കെ കൂടി ചേർന്നാണ് ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പോകുന്നില്ല. ഇത് പോലീസ് അടക്കം ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ചട്ടം മറികടന്നാണോ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ജനം, വയനാട്. ആലപ്പുഴ ജില്ലയിൽ സൈബർ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 3 ഇരട്ടിയോളം വർദ്ധിച്ചതായി ജില്ലാ പോലീസ് മേധാവി. 34 കോടിയിലധികം രൂപയാണ് ഈ വർഷം വിവിധ വ്യക്തികളിൽ നിന്നും തട്ടിയെടുത്തത്. തട്ടിപ്പിൽ വീഴാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് ജില്ലാ പോലീസ് മേധാവി മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം 94 സൈബർ കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ വർഷം ഇത് 251 കേസുകളായി. വിവിധ കേസുകളിലായി ജില്ലയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 2023 ജില്ലയിൽ ലഭിച്ച ഓൺലൈൻ തട്ടിപ്പ് പരാതികളുടെ എണ്ണം 1028 ആണ്. 2022 ഇത് 546 ആയിരുന്നു. ഈ വർഷം സൈബർ തട്ടിപ്പിലൂടെ 34.53 കോടി രൂപ ആളുകൾക്ക് നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവി MV മോഹനചന്ദ്രൻ പറഞ്ഞു. മിനിമം ഒരു പോലീസ് സ്റ്റേഷന് 2 പ്രാവശ്യമെങ്കിലും പോയാൽ മാത്രമേ നമുക്ക് ജസ്റ്റിസ് നടത്താൻ പറ്റുന്നുള്ളൂ. കാരണം അത്രമാത്രം ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് ജോധ്പൂരും രാജസ്ഥാനിലെ ബീസിലെ പല സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും മറ്റൊക്കെയാണ്. അതിലൊരു മെയിൻ സംഭവം ഈ പറയുന്ന സൈബറിൻ്റെ. പരാതികളിൽ പലതും കോടതിക്ക് പുറത്തു വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കുന്നതിനാൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാറില്ല. ചെറിയ ശ്രദ്ധക്കുറവാണ് പണം നഷ്ടമാകാൻ കാരണം. തട്ടിപ്പിനിരയായാൽ പരമാവധി 1 മണിക്കൂറിനകം തന്നെ 1930 എന്ന നമ്പറിലോ സൈബർ ക്രൈം വിഭാഗത്തിന്റെ വെബ്സൈറ്റ് മുഖേനയോ പോലീസിനെ അറിയിക്കണം. ഇക്കണോമിക് ലെവലിൽ ഏത് ലെവലിലും ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുടെ മുതൽ ഏറ്റവും കോടീശ്വരന്മാർ വരെ അവരവരുടെ റേഞ്ചിലുള്ള ചീറ്റിങ്ങിൽ പെടുന്നുണ്ട്. അത് പെടുത്താൽ ഈ ടീമിന് ശരിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അങ്ങനത്തെ എന്തെങ്കിലും ഒരു തോന്നുകയാണെങ്കിൽ 1930 വിളിക്കാം. അല്ലെങ്കിൽ ആ മരിക്കുന്ന മെയിൽ അയക്കുന്നതിനാണ് www.cybercrime.gov.in. ഈ വെബ്സൈറ്റിലേക്കോ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യും. ചേർത്തല സ്വദേശികൾക്ക് നിക്ഷേപ തട്ടിപ്പിലൂടെ 7.55 കോടി രൂപ നഷ്ടമായി. സംസ്ഥാനത്ത് തന്നെ നടന്ന ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണിത്. മാന്നാർ സ്വദേശിക്കും കോടികൾ നഷ്ടപ്പെട്ടു. വെൺമണി സ്വദേശിക്ക് നിക്ഷേപ തട്ടിപ്പിലൂടെ 1.30 കോടി രൂപയാണ് നഷ്ടമായത്. ചെങ്ങന്നൂർ സ്വദേശിക്ക് ഓൺലൈൻ ട്രേഡിലൂടെ 99 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. ട്രായ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞും ചേർത്തല സ്വദേശിയെ തട്ടിപ്പിനിരയാക്കി. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പിലൂടെ 657 കോടി രൂപയാണ് ഈ വർഷം മാത്രം നഷ്ടമായത്. ജനം, ആലപ്പുഴ. കൊല്ലം നിലമേലിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് പിടിയിൽ. വർക്കല സ്വദേശി അരുൺകുമാറാണ് പിടിയിലായത്. ചടയമംഗലം എക്സൈസ് സംഘത്തിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാളിൽ നിന്നും MDMA കണ്ടെടുത്തത്. പ്രതി സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു. ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് ഷേഖയുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്.
പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് പിടിയിൽ. ഇടുക്കി പീരുമേട് കരടിക്കുഴി സ്വദേശി കുമാറാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത്. സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട 16-കാരിയെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ ഈ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നിരവധി തവണ ഇയാൾ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കി. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ കുമാറിനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം പരവൂരിൽ ദമ്പതികളെയും സുഹൃത്തിനെയും ആക്രമിച്ച പ്രതി പോലീസിന്റെ പിടിയിലായി. പുതുക്കുളം സ്വദേശി ശശിധരൻ പിള്ളയാണ് പരവൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി മുക്കട ജംഗ്ഷനിൽ വച്ച് പ്രതി യുവതിയുടെ ഫോട്ടോ എടുത്തത് ഭർത്താവ് ചോദ്യം ചെയ്തിരുന്നു. തുടർന്നുണ്ടായ വാക്കുതർക്കത്തിൽ യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തിനെയും പ്രതി ആക്രമിക്കുകയാണ് ഉണ്ടായത്. സംഭവം പറവൂർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പറവൂർ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊള്ളരുതായ്മകൾക്കെതിരെയുള്ള നിതാന്ത ജാഗ്രതയോടെ ക്യാമറ കണ്ണുമായി കാക്കി. നാളെ ഇതേ സമയം വീണ്ടും കാണാം. സൈനിങ് ഓഫ്, വി വിനീഷ്.